ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആദർശാണെന്നുണ്ടെങ്കിൽ ആ നാഗേന്ദ്രൻ അതായത് കിങ് ഓഫ് കോബ്ര ആരാണെന്ന് അറിയാൻ പറ്റില്ല, ആകെ തത്രപ്പാടിലാട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, ദേ നിൽക്കുന്നു നവ്യാണെങ്കിൽ നയനയുടെ അടുത്ത്. ഇവളെന്തിനാ ഇവിടേക്ക് കയറ്റിയതെന്ന് എലിസബത്തിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പരമാവധി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതാണ് സാറേ, ഇറങ്ങി പോവാതെ ഇവിടെ തന്നെ നിൽക്കുവാണ്. നയനെ, ഇവിടെ നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്ക് എന്ന് പറയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇതെന്റെ കൂടപ്പിറപ്പാണ്, ഞാൻ അങ്ങനത്തെ ദ്രോഹം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാട്ടോ. നേരെ കാറിലിരുന്ന് കരഞ്ഞോണ്ടാണ് നവ്യ തിരിച്ചു പോണത്. നയനെ എടുത്ത് ചോദിക്കേണ്ടത്, നയനെ നിന്നോട് ചോദിച്ചത് കേട്ടില്ല, അവിടെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നോന്ന്. അത് ഫ്രൂട്ട്സ് തന്നു എന്നതുകൊണ്ടേ കളാ, അതില് ആപ്പിള് ഞാൻ കഴിച്ചു. ആഹാ, അപ്പോഴേക്കും കഴിക്കലും തീർന്നോ? എന്റെ അടുത്ത് നവ്യ ചേച്ചി ഭയങ്കര സ്നേഹത്തിലാ പെരുമാറിയത്. സ്നേഹത്തിൽ പെരുമാറാനും ആ കാലുവാരി അടിക്കാനൊക്കെ അവൾക്ക് നല്ല മിടുക്കാണല്ലോ. ദേ, ഇനി അവളായിട്ടുള്ള കൂട്ടൊന്നും വേണ്ടട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നയന ശരിയെന്ന് പറയുന്നുണ്ട്. ശേഷം നയനടുത്ത് ആദർശ് പറയുന്നുണ്ട്, പിന്നെ അന്ന് അപ്പൊ നന്ദുവും വരുന്നുണ്ട്. അപ്പൊ നന്ദു ഇങ്ങനെ കാണിക്കുന്നുണ്ട് അന്നത്തെ ആ ഒരു ഹോട്ടലില് CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ നാഗേന്ദ്രൻ മാസ്ക് വെച്ചിട്ട് പുറകെ വശത്തോടെ ഓടിപ്പോകുന്ന ഭാഗം നമുക്ക് CCTV കാണുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നന്ദു ഇതാണ് CCTV ദൃശ്യങ്ങൾ, ഇതിൽ നിന്ന് ഇയാളുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എല്ലാ തരത്തിലും അയാൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്ന് അയാൾ ഓടി രക്ഷപ്പെടുത്ത് ഒരു സ്കൂട്ടിയിലാണ്. ആദർശേട്ട എന്ന് നന്ദു പറയുന്നുണ്ട്. സ്കൂട്ടിയിലോ? അതെ, പക്ഷെ ആ സ്കൂട്ടി നോക്കിയപ്പോഴേക്കും അത് ആ സ്കൂട്ടി ഒറിജിനൽ ആയിട്ടുള്ള നമ്പറല്ല, ഫേക്ക് നമ്പറാണ്. അതൊരു കാറിന്റെ നമ്പറാണ്. അതിനെ അന്വേഷിച്ച് പോവാണെങ്കിൽ എവിടെയെങ്കിലും കത്തിക്കാരന്റെ നില കിടക്കുന്നുണ്ടാകും. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അപ്പൊ അയാൾ ചെയ്യണത്. ഭയങ്കര തലച്ചോറുള്ള ആള് തന്നെയാണ്. എന്തായാലും ഞാൻ ഈ ഫോട്ടോസ് സേവിയറിന് അയച്ചു കൊടുക്കാം, അയാള് AI ഫോട്ടോസ് ആക്കി ഉണ്ടാക്കി തന്നോളും. അപ്പൊ അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും നന്ദു പറയുന്നുണ്ട്. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാം ആദർശേട്ടാ, എനിക്കും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ AI ഫോട്ടോസ് കണ്ടുപിടിക്കാൻ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ആദർശും അതുപോലെ തന്നെ നന്ദും പിന്നെ നമ്മുടെ സേവിയറും ചേർന്നിട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യാണെങ്കിൽ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ചന്തുമോൾ ഇരിപ്പുണ്ട്. ചന്തുമോൾ നവ്യനെ കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോ, അയ്യോ മോളെ ഇറങ്ങി പോവല്ലേ, ദേ നോക്ക് ആന്റിക്ക് മോള് ഒരു ദേഷ്യമില്ല, ദേ വല്യമ്മ, ദേ മോൾക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ദേ ഇത് കഴിക്കി. പിന്നെ ആര് ചോദിച്ചാലും ഈ ചോക്ലേറ്റ് ഞാനാ തന്നത് പറയില്ല കേട്ടോ. പിന്നെ എന്റെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പോവൊന്നും ചെയ്യല്ലേ. വല്യമ്മക്ക് ഇപ്പൊ ഒരു ദേഷ്യമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അതൊന്നും പറയല്ലേ എന്നൊക്കെ പറയാണ്. ചാന്തുമോള് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുക കേട്ടോ. പക്ഷെ ഇത് നമ്മുടെ ദേവ്യാനി കാണുന്നുണ്ട്. ചാന്ദിനി മോളോട് ചോദിക്കേണ്ടത്, അല്ല മോളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ആര് തന്നതാ? അത് പിന്നെ പറ, ഇത് ഞാൻ മേടിച്ചിരുന്ന ചോക്ലേറ്റ് അല്ല, ഞാനേ ഈ ചോക്ലേറ്റ് മേടിച്ചു തരാറില്ലല്ലോ മോൾക്ക്, ഇതായിരുന്നു ചോക്ലേറ്റാ? അത് ചെറിയച്ഛൻ മേടിച്ചതാ. ഓ അങ്ങനെ പറ, വെറുതെ അല്ല പുതിയ ടൈപ്പ് ചോക്ലേറ്റ് മോളുടെ കൈ കിട്ടിയത്. പിന്നെ ഇത് നല്ല സൂപ്പർ ചോക്ലേറ്റാ, പക്ഷെ ഒരുപാടൊന്നും കഴിക്കണ്ട, കുറച്ച് കഴിച്ചാൽ മതി, പല്ല് കംപ്ലൈന്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്തുമോളയാണെന്നുണ്ടെങ്കിൽ ദേവ്യാനി പുഞ്ഞരിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നന്ദുവിനെയും അതുപോലെ തന്നെ നമ്മുടെ അനീനെയാണ്. രണ്ടുപേരും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനി പറയേണ്ടി ഇന്ന് കോടതിയില് വക്കീല് ഹിയറിങ്ങിനെ വിളിപ്പിച്ചിട്ടുണ്ട്, അവൾ എന്താണാവോ പറയാൻ പോണത്, എന്തായാലും കേട്ടിട്ട് വാ നീ ഏട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ പറയാണ്. അനി കോടതിയിലെത്തിയിട്ട് നവീനോട് പറയണ്ടേടാ, എങ്ങനെയെങ്കിലൊക്കെ ഈ ബന്ധം ഒന്ന് ഒഴിപ്പിച്ച് താടാ, ഞാൻ നിന്റെ കാല് പിടിക്കാം, എടാ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് അനാമികയും അച്ഛനും വരുവാണ്. അങ്ങനെ വക്കീൽ അവരോട് സംസാരിക്കുന്നുണ്ട്. വക്കീലിന്റെ മുമ്പിൽ അനാമിക ഭയങ്കര അഭിനയമാട്ടോ, പൊട്ടിക്കരയാണ്. അപ്പൊ വക്കീലിനോട് പറയണ്ടേ, എനിക്ക് ഇവനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, ഇവളുടെ അച്ഛനും കൂടി രാവിലെയും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് യുവർ ഓണർ, എന്നിട്ട് ഇവളാണെങ്കിൽ ഒരുപാട് പൈസയാണ് ചോദിച്ചത്, അത് നമുക്ക് ജീവിക്കണ്ടേ യുവർ ഓണർ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കല്യാണം നടത്താൻ വേണ്ടി എന്റെ വീട്ടുകാർ കടം എടുത്തിട്ടാണ് കല്യാണം നടത്തിയത്, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് കടബാധ്യതയാണ്. അപ്പൊ ആ ഒരു പണം ഒന്നുണ്ടെങ്കിലും മുതലാക്കണ്ടേ വെച്ചിട്ടാണ് പണം ചോദിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, പണത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ അനിയേട്ടനാണ്, എനിക്ക് എന്റെ അനിയേട്ടന്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ വക്കീലിനോട് പറയാണ്. അത് കേൾക്കുമ്പോഴൊക്കെ അനി പറയണ്ട്, അയ്യോ വക്കീലെ, ഇവള് കള്ളം പറയാ, ഇവള് നുണ പറയാ, ഇവള് അഭിനയിക്കുക. എടോ, ആർക്കായാലും മനസ്സുമാറ്റമൊക്കെ ഉണ്ടാവില്ലേ, മനസ്സെന്ന് പറഞ്ഞത് എപ്പോ വേണേലും മാറാവുന്ന ഒരു സംഭവമാണ്. മുമ്പ് ഈ കുട്ടി പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ആ കുട്ടി പശ്ചാത്തപിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ തെറ്റൊക്കെ മനസ്സിലായും ചെയ്ത്. എല്ലാ അനാമിക, അതെ ഞാൻ ചെയ്ത തെറ്റൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ അടങ്ങി ഒതുങ്ങി അനിയേട്ടന്റെ ജീവിതത്തിൽ ജീവിച്ചോളാം എന്ന് അനാമിക പറയാണ്. വക്കീല് പറയേണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു 3 മാസം സമയം എടുക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് മനസ്സിലാക്കിയിട്ട് വാ. 3 മാസവും ഈ കേസ് എന്തായാലും കോടതിയിൽ എത്തുമ്പോ, അപ്പോഴേക്കും നിങ്ങളുടെ വാദം കേട്ടിട്ട് എന്താ വെച്ചാൽ കോടതി തീരുമാനിച്ചോളും. അതുവരെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി
ഒത്തുപോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെ വക്കീല് പറയാണ്. നമ്മുടെ അനിക്കാക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും കേട്ടോ. ശേഷം പുറത്തിറങ്ങിയിട്ട് നമ്മുടെ നവീനോട് പറയുന്നുണ്ട്, ആ അനാമിക അവള് ചതിച്ചടാ, അവളിപ്പോ വക്കീലിനോട് പറയാ ബന്ധമൊഴിയാൻ താല്പര്യമില്ലെന്ന്. അത് കേൾക്കണം നവീന സന്തോഷാവാണ്. ഹാവൂ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അനാമികയൊക്കെ ചെയ്തു എന്നൊരു സന്തോഷം നമ്മുടെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ നവീനയാണെങ്കിൽ. അപ്പൊ അത്രയൊക്കെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ എനിക്ക് ഒരിക്കലും ഡിവേഴ്സ് കിട്ടില്ല എന്ന രീതിയിലാണ് നവീൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാവം അനിക്കാണെങ്കിൽ നവീന്റെ ഒറിജിനൽ മുഖം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇയാളൊരു ക്രൂരനാണെന്നും തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നിട്ട് പുറകേന്ന് കുത്തുവാണെന്നുള്ള കാര്യമൊന്നും അനിക്കറിയില്ല. അനി തിരിച്ച് നാളെ ആണെങ്കിൽ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ദേവയാനി ചോദിക്കേണ്ട, മുത്തശ്ശൻ ചോദിക്കേണ്ട, എന്തായി മോനെ വക്കീല് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയണ്ട എല്ലാം തൊലച്ചു, അവളെല്ലാം തൊലച്ചു. അവളിപ്പോ പറയാണ് ബന്ധം വേർപെടുത്തണ്ടെന്ന്. ബന്ധം വേർപെടുത്തണ്ടെന്നോ? അതെ, അവൾക്കറിയാം ബന്ധം വേർപെടുത്തത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുമെന്ന്. അതുകൊണ്ട് അവളിപ്പോ ബന്ധം വേർപെടുത്തണമെന്നാ പറയണത്. മുത്തശ്ശൻ പറയണ്ടോ, ഓഹോ അപ്പൊ രണ്ടും കൽപ്പിച്ചിട്ടാണ് ബാഹുലയനും മോളും കൂടി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? രണ്ടിനെ ഞാൻ വെച്ചിട്ടുണ്ട്, മോൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട മോനെ, ഇതിനുള്ള പണി ഞാൻ തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയാണ്. അനിയാണെങ്കിൽ പറയണ്ടില്ല മുത്തശ്ശ, ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കില്ല. അവള് ആ അനാമിക അങ്ങനത്തെ ഒരു കുരിശാണ് എന്റെ തലയിൽ കയറിയത്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് ജീവിതകാലം മുഴുവൻ എന്റെ തലയിൽ തന്നെ ഉണ്ടാവും. എന്റെ ജീവിതം തൊലഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി ദേഷ്യത്തിൽ അകത്ത് കയറി പോവാണ്. ദേവയാനി പറയണ്ട, അച്ഛാ എങ്ങനെയെങ്കിലൊക്കെ ഈ കേസ് ഒത്തുതീർപ്പാക്കണം, അനിയനെ ഫ്രീ ആയിട്ട് വിടണം, അവൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ദേവയാനി, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശനും പറയണം. മുത്തശ്ശൻ നമ്മുടെ നവീനെ വിളിച്ച് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഈ കേസ് ഒത്തുതീർപ്പാക്ക്. ഇനിയിപ്പോ അവർ പണം ചോദിക്കുക, എന്റെ കൊച്ചുമാന്റെ വിഷമം കാണാതിരിക്കാൻ പണം കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നവീന് ഷോക്കാണ്. ഈശ്വര, പണം കൊടുത്തിന് ഒത്തുതീർപ്പാക്കോ എന്ന് വെച്ചിട്ട് എത്ര കൊടുക്കാൻ പറ്റും മുത്തശ്ശന്? മുത്തശ്ശൻ പറയണ്ട, ഒരു 10 കോടി ആണെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, ഒന്ന് ഒത്തുതീർപ്പാക്കാന്ന് പറയണ്ട അവസാനം മുത്തശ്ശൻ. നവീൻ അപ്പൊ വേറൊരു സംഭവം പുറത്തേക്ക് വിടുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ബാഹുലയനോടും അതുപോലെ തന്നെ അനാമിക അടുത്ത് പറയണ്ട, അവര് 10 കോടി തന്നെ തരാന്ന് പറയും. അയ്യോ 10 കോടിയോ, എന്തെങ്കിലും ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറയുമ്പോഴേക്കും നവീൻ പറയണ്ട, അയ്യോ നിങ്ങൾക്ക് 10 കോടിയല്ല 100 കോടി തന്നാലും മതിയാവില്ല, അവർക്ക് അത്ര കണ്ട് സമ്പാദ്യമുണ്ട്, നിങ്ങൾക്കൊരു ഈ 30 കോടിയെങ്കിലും വേണോന്ന് പറയണം. അത് കുറച്ച് കൂടുതലല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോ, നിങ്ങൾ പറ, ദേ അനിയുടെ പേരിൽ എത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് അറിയാവോ? അവൻ നാളെ ആ നന്ദുവിനെ എങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ആ സ്വത്തുക്കളുടെ അവകാശി ആരാ? നന്ദും കൂടിയാ. അത് ശരിക്കും അനാമികക്ക് വന്നു ചേരേണ്ടതല്ലേ? അതുകൊണ്ട് അനാമിക ഇനി 30 കോടി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കേസ് വീണ്ടും 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 അവധിക്ക് വെച്ച് 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 വർഷങ്ങൾ തള്ളി നീക്കാനാണ് നവീന്റെ പ്ലാൻ കേട്ടോ. അതേസമയം നമ്മുടെ സേവിയറാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് ആദർശിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാഗേന്ദ്രന്റെ കണ്ണും കഴുത്തും പിന്നെ ശരീരവും മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഏകദേശം ആളുടെ രൂപം ഇങ്ങനെയായിരിക്കും എന്ന് ഒരു ജനറേറ്റഡ് ഫോട്ടോ തന്നെ നമ്മുടെ സേവിയറാണെങ്കിൽ ആദർശിനെ അയച്ചു കൊടുക്കണം. അപ്പൊ ആദർശ് ഇയാൾ എവിടെയോ കണ്ട പോലുണ്ടല്ലോ എന്ന രീതിയിൽ, കാരണം നമ്മുടെ അബിയുടെ മുഖച്ഛായ ഉണ്ടല്ലോ നാഗേന്ദ്രന്. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെ തൊട്ടടുത്തേക്ക് നമ്മുടെ ആദർശും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും കൂടി എത്താൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.